അത് പോട്ടെ, നമുക്ക് അത് വീട്ടിൽ പോരണ്ട, വീട്ടിൽ പോകുമെന്ന് വേണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരു മോളുണ്ട്. എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാണ്. അപ്പൊ നിങ്ങൾ 2 പെൺകുട്ടികളാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ, അത് ശരി, അത് ശരി. നിങ്ങൾ പ്ലസ് 1-ലാണോ പ്ലസ് 2-ലാണോ മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. പ്ലസ് 2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. എന്തായാലും ഞങ്ങളെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും. ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് 2 പെൺകുട്ടികളെ താനൂരിൽ നിന്ന് കാണാതായത്. നിറമത്തൂർ മംഗലത്ത് അബ്ദുൽ നസീറിന്റെ മകൾ ഫാത്തിമ ഷഹദ, താനൂർ മടക്കൽ റോഡ് മലപ്പുറത്തുകാരൻ പ്രകാശിന്റെ മകൾ അശ്വതി എന്നിവരാണ് സ്കൂൾ പരിസരത്തു നിന്നും കാണാതായി എന്നുള്ള വാർത്ത പുറത്തു വന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവർ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി എന്നുള്ളതാണ് അറിഞ്ഞത്. അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു യുവാവുമായി ഇവർ മുംബൈയിലേക്ക് പോയെന്നും ശേഷം മുംബൈയിലെ മലയാളി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ ഇവരെത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മുംബൈ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇവർ രക്ഷപ്പെട്ടിരുന്നു. ഫാത്തിമ ഷഹദ ഇതിനു മുമ്പും വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ കുട്ടി തന്നെ സമ്മതിച്ചു ഇതിനു മുമ്പും ഞാൻ പോയിട്ടുണ്ട് എന്ന്. വീട്ടിൽ നിന്നും ടൂർ പോകാൻ വീട്ടുകാർ അനുവദിക്കാത്തതിന്റെ കാരണം ഈ പെൺകുട്ടി മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. മലയാളിയായ യുവതി മുംബൈയിൽ നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ കയറി മുടി വെട്ടുകയും മുഖത്തിന്റെ ശൈലി മാറ്റി നൽകണമെന്ന് പറയുകയും ചെയ്തു എന്ന് ബ്യൂട്ടി പാർലറിന്റെ ഉടമയായ സ്ത്രീ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുടെ വിവാഹത്തിന് വന്നതാണെന്നും ഈ പ്രദേശങ്ങളൊന്നും പരിചയമില്ലെന്നുമാണ് പെൺകുട്ടികൾ അവരോട് പറഞ്ഞത്. മാത്രമല്ല ഇവർക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയുകയുമില്ല. ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് കുട്ടികളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇരുവരും. കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ കുട്ടികളെ തിരിച്ചറിഞ്ഞത്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് തങ്ങൾ വീട് വിട്ട് ഇറങ്ങിയതെന്നും തങ്ങൾക്കിനി വീട്ടിലേക്ക് പോവാൻ ഒരിക്കലും താല്പര്യമില്ലെന്നും തങ്ങളെ കോംപ്രമൈസിലൂടെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കരുതെന്നുമാണ് പെൺകുട്ടികളുടെ ആവശ്യം. ഇതിനു മുമ്പും സഹികെട്ട് വീട് വിട്ടിറങ്ങിയതാണ്. ഇതുപോലെ കോംപ്രമൈസിലൂടെ വീട്ടുകാർക്ക് നൽകുകയും അവർ 1-2 ആഴ്ചത്തോളം നല്ല രീതിയിൽ പെരുമാറി വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ മാറുന്നുണ്ടെന്നുമാണ് പെൺകുട്ടികൾ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ പെൺകുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാവാറില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. സാധാരണ മാതാപിതാക്കൾ പറയും പോലെയും ചെയ്യും പോലെയും ഒക്കെ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. മക്കൾ ചെയ്യുന്ന ഓരോ തോന്നിവാസവും ഓരോ മാതാപിതാക്കൾക്കും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? അവരുടെ സൗകര്യത്തിന് ജീവിക്കാൻ അനുവദിച്ചാൽ അവരെന്തായി തരും? പിന്നെ നമ്മുടെയൊന്നും ആവശ്യമില്ലല്ലോ എന്നാണ് ഓരോ മാതാപിതാക്കളും പറയുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ എന്താണ് സംഭവിക്കുന്നത്? സൗകര്യങ്ങൾ കൂടിപ്പോയതിന്റെ പ്രശ്നമാണോ? അല്ലെങ്കിൽ റീൽസിലൂടെയും സിനിമയിലൂടെയും ഒക്കെ കാണുന്നതാണ് ജീവിതമാണെന്നാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. വീടുകളിലെ മാതാപിതാക്കളുടെ വഴക്കുകളും ഉപദേശങ്ങളുമൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നെല്ലാം രക്ഷ നേടാനാണ് ഇവർ വീട് വിട്ടിറങ്ങുന്നത്. പുറം ലോകത്ത് ഇവരെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ഇവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരതയുടെ മുഖമായിരിക്കും. കള്ളവും കാപട്യവും പീഡനവും നിറഞ്ഞ ഈ ലോകത്ത് ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക? ഏതായാലും പെൺകുട്ടികളെ തിരിച്ചു കിട്ടി. പക്ഷെ ഇത്തരം പ്രവണതകൾ ഇവിടെ കൂടെ ഒന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇവർക്കൊക്കെ നല്ല ബുദ്ധി നൽകണമെന്നേ പ്രാർത്ഥിക്കാനുള്ളൂ.
പരീക്ഷ എഴുതാനായി ഇറങ്ങിയ 2 പെൺകുട്ടികളെ കാണാതായി എന്നതാണ് വീട്ടുകാരും സ്കൂൾ പ്രിൻസിപ്പളും പോലീസിൽ പരാതി നൽകിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട് നിന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവർ പൂനെയിലേക്ക് പോയതായാണ് പോലീസിന് കിട്ടിയ വിവരം. ഈ യുവാവ് 2 പേരെയും പാൻവേലിയിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചു. ബ്യൂട്ടി പാർലറിൽ എത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിനും മലയാളി സമാജത്തിനും കേരള പോലീസ് കൈമാറിയിരുന്നു. പോലീസും സമാജ പ്രവർത്തകരും എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ രക്ഷപ്പെട്ടതായി ബ്യൂട്ടി പാർലർ ഉടമ പറഞ്ഞു. വ്യാഴാഴ്ച 2 മണിയോടെയാണ് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ എത്തിയതെന്നാണ് ഉടമ പറഞ്ഞത്. 2 പേരും മാസ്ക് ധരിച്ചിരുന്നു. സുഹൃത്തിന്റെ വിവാഹത്തിനായാണ് മുംബൈയിൽ എത്തിയതെന്നാണ് പെൺകുട്ടികൾ അവിടെ നിന്നും പറഞ്ഞത്. സുഹൃത്ത് കൂട്ടാൻ വരുമെന്നാണ് പറഞ്ഞെങ്കിലും ഇയാൾ വരുന്നതിന്റെ മുമ്പ് പാർലറിൽ നിന്ന് ഇറങ്ങി. പരീക്ഷ എഴുതാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പരീക്ഷാ ഹാളിൽ കാണാതായതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാണാനില്ലെന്ന വിവരം പുറത്തറിയുന്നത്. 3-ാം തീയതി ഇവർ പരീക്ഷ എഴുതിയതായി പ്രിൻസിപ്പൽ പറഞ്ഞു.